ഞാനിന്നിവിടെ ഒരു പരവക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പരവയുടെ 5-6 കഷ്ണങ്ങളും 2-3 തലയെല്ലാം കൂടിയിട്ടൊരു കറി വയ്ക്കുകയാണ്. ചട്ടിയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പുളി, ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, തേങ്ങ ഇടട്ടെ അരയ്ക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. ഒരു 2 പിടി തേങ്ങ, പക്ഷേ ഒരു അരമുറി തേങ്ങ എന്ന് പറയാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി, 2 കഷ്ണം ഉള്ളി, ഒരു നാരങ്ങയുടെ വലിപ്പം ഇല്ല, അതിൽ കുറച്ച് പുളി, ഇത്രയും കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക. അരച്ച് കഴിഞ്ഞു. അതൊരു ചട്ടിയിലോട്ട് മാറ്റണം. നല്ലോണം അരേണ്ട, ഒരു തരിതരിപ്പായിട്ട്. കൈയിട്ട് ഇളക്കണം, പുളിയൊക്കെ ഒന്ന് ഞെവിടി. ഇതിൻ്റെ കൂടെ 2 പച്ചമുളക്, വലിയ പച്ചമുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. മാങ്ങ ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരുപാട് വെള്ളമാക്കേണ്ട കാര്യമില്ല. ഉപ്പൊന്ന് നോക്കിക്കോട്ടെ. ഉപ്പും പുളിയുണ്ട്. മീനിങ്ങനെ അടുക്കി വയ്ക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. എൻ്റെ വാലിൻ്റെ കഷ്ണമെല്ലാം പൊരിക്കാൻ എടുത്തു വച്ചിട്ടുണ്ട്. എല്ലാം നമക്ക് ആക്കി വയ്ക്കണം. ചുറ്റിച്ചിട്ട് അടുപ്പിലോട്ട് മാറ്റുക. ഒരു 10 മിനിറ്റിനകം മീൻ വേഗം. മീൻ എന്തോന്ന് നോക്കാം. ഒന്ന് ചുറ്റിച്ചിട്ട് കുറച്ച് ഉലുവപ്പൊടി തൂറ്റുക. കരിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് അടച്ചു വയ്ക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞെടുത്താൽ നല്ല മീൻ കറിയായി. മീൻ വെന്ത് കഴിഞ്ഞു. ഒന്ന് ചുറ്റിച്ചിട്ട് വയ്ക്കാം. മീൻ കറി റെഡിയായി. തേങ്ങ അരച്ച മീൻ കറി.